ഹലോ ഫ്രണ്ട്സ്, ബിസ്മില്ല സ്പെഷ്യൽസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു സേമിയ പുഡിംഗ് തന്നെ ഉണ്ടാക്കി നോക്കാം. ഇതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ടേസ്റ്റിയും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ ഒരു പുഡിംഗ് ആണിത്. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സേമിയ 1/2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിനുശേഷം സേമിയ ഇതിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 ഭാഗം വെന്താൽ മതി. ഇപ്പോൾ ഇത് 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളമില്ലാതെ ഒരു സ്ട്രെയിനർ എടുത്ത് അരിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 1.5 കപ്പ് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കും. നല്ല ഫാറ്റുള്ള പശുവിൻ പാലുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിനായി ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഷുഗറും മിൽക്കും നെയ്യും എല്ലാം ചേർന്ന് നല്ല ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട് എടുത്ത് തിളപ്പിച്ചാർന്ന വെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. കളറ് കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലൊക്കെ ചേർത്തി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. മാക്സിമം ഫുഡ് കളർ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ബീറ്റ്റൂട്ട് കളർ എടുത്തത്. ഇനി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ്ങിന് ഒരു നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക്. ഇനി ഈ മിക്സ് ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. ഈ മിക്സ് സെറ്റ് ചെയ്യുന്നതിനായി ഇതുപോലുള്ള ഒരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബോക്സ് വേണമെങ്കിലും എടുക്കാം. സ്റ്റീലോ ബൗളോ ഏത് വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഷേപ്പ് കിട്ടുന്നതിനായിട്ടാണ് അത്. ഈ ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യുന്നതിനായി കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ച സേമിയ കൂടെ ഇട്ട് കൊടുക്കും. കൂടെ ചെറിയും ഇട്ട് കൊടുക്കാം. ഇതിൽ വറുത്ത സേമിയ ഇട്ട് കൊടുത്തത് കൊണ്ട് നമുക്ക് പുഡിംഗ് കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിലും ഇതിലിട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിനുള്ളിൽ വെക്കാൻ പാടില്ല. താഴെ വെച്ചാൽ മതിയാകും. കൂളിംഗ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷവും കഴിക്കാം. കുട്ടികൾക്ക് ഇത് വളരെയധികം ഇഷ്ടമാകും. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.
ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇനിമേലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി പുതിയ ഒരു വീഡിയോസുമായി വരുന്നത് വരയ്ക്കും ബൈ. താങ്ക് യു.